ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടുത്തെ തിരുമല രാമചന്ദ്രനിലെ അങ്ങോട്ട് പോയതിൻ്റെ ഒരു വ്ലോഗാണ് കാണിക്കുന്നത്. ആദ്യം ഞങ്ങൾ കരുതി അട്ടക്കുളങ്ങര രാമചന്ദ്രനിൽ പോകാമെന്ന്. പിന്നെ ഇവിടെ എന്തായാലും ഒരെണ്ണം വന്നതല്ലേ, അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു വൈകുന്നേരം 4-4:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 5 മണിയോടുകൂടി അവിടെ എത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞാൻ ഇനിയും കൂടെ നടക്കുന്നതാണ് കാണുന്നത്. നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ലേഡീസ് വെയർ എല്ലാം താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഉണ്ടായിരുന്നു. കുർത്തീസ്, ലെഗിങ്സ്, പ്ലാസോ പാൻസും ഷോർട്ട്സും മിക്കവാറുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. സാരി സെക്ഷനിലോട്ടൊക്കെ പോയപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചുരിദാർ സെറ്റ് എല്ലാം. പിന്നെ നമ്മളുടെ അട്ടക്കുളങ്ങര പോലെ അത്രയ്ക്കുള്ള വെറൈറ്റീസ് ഒന്നുമില്ല. അങ്ങനെ പോയി നോക്കി വന്ന സമയത്താണ് നീയക്കുട്ടൻ അവിടെ ഇരുന്ന് ഒരു സാരിയൊക്കെ എടുത്ത് മറിച്ചൊക്കെ തട്ടിയിട്ട് പിന്നെ ഞാനതെടുത്ത് തിരിച്ച് വെച്ചാണ് കാണുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് ടോയ് സെക്ഷനിലാണ്. അവിടെ പോയിട്ട് നീയക്കുട്ടന് കിച്ചൺ സെറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് പീസും പോയായിരുന്നു. പിന്നെ അവൾ അതൊക്കെ വിട്ട് പിന്നെ അത് അടുത്ത് അവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങളായിട്ടൊക്കെ എടുത്തൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കുകയാണ്. പിന്നെ ജസ്റ്റ് എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നത് ആ ചെരുപ്പിൻ്റെയൊക്കെ സെക്ഷനിൽ പിള്ളേർക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. നീയക്കുട്ടൻ അവിടെ ചെന്നിട്ട് അവളെക്കാളും ഇരട്ടി വലുതായിട്ടുള്ള ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നു. പിന്നെ ചുമ്മാ അവൾക്ക് ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സൈസൊക്കെ എടുത്ത് ഇടുന്ന പോലെയൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ അവൾക്ക് അവിടെ നിന്ന് ഒരു ക്രോക്സ് എടുത്തു. പിന്നെ വീട്ടിലിടാൻ വേണ്ടി 1-2 നൈറ്റ് ഡ്രസ്സും എടുത്തു. പിന്നെ അവളുടെ കുറച്ച് അല്ലാത്ത പ്രോഡക്റ്റ്സൊക്കെ എടുത്തു. അച്ഛനും മോളും ലിഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഡാൻസാണ് കാണുന്നത്. അങ്ങനെ ലിഫ്റ്റ് എത്തി. പിന്നെ നമ്മൾ നേരെ കയറിയത് ഫുഡ് കോർട്ടിലോട്ടായിരുന്നു. ഫുഡ് കോർട്ടിൽ ചെന്നപ്പോഴും വലിയ തിരക്കൊന്നുമില്ല. ഈസ്റ്റ് രാമേന്ദ്രയിൽ പോയാൽ നിന്ന് തിരിയാനുള്ള ഇടം കിട്ടൂല, അത്രയ്ക്ക് തിരക്കായിരിക്കും. പിന്നെ ഞങ്ങൾ അവിടെ നോക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്നതിൽ ഒരു ചോക്ലേറ്റ് ബ്രൗണിയും 2 മസാല ബോണ്ടയും പിന്നെ ഒരു ഐസ്ക്രീമും പിന്നെ ഒരു മെറിൻ്റെയൊക്കെ വാങ്ങി ഇരുന്ന് കഴിച്ചു. മസാല ബോണ്ട ഞാൻ എടുത്തില്ല, ഭയങ്കര എരിവായിരുന്നു, എനിക്ക് കഴിക്കാനേ പറ്റിയില്ല. പിന്നെ ഞാൻ ആ ബ്രൗണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഫുഡൊക്കെ കൊള്ളാമോ എന്ന് ചോദിക്കുന്നതായിരുന്നു. ഇത് കൊള്ളാമെന്ന് പറഞ്ഞതാണ് ഹസ്ബൻഡ്. നീയക്കുട്ടന് പിന്നെ ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ വീണ്ടും താഴത്തെ ഫ്ലോറിൽ വന്നു. ഞാനിങ്ങനെ ഓരോ ഡ്രസ്സും നോക്കി നടക്കുകയായിരുന്നു. അച്ഛനും മോക്കും എൻ്റെ കൂടെ നടന്ന് മടുത്ത് അവരിതാ ചെന്നിരിക്കുകയാണ്. എന്നെ കണ്ടപ്പോഴത്തേക്കും പിന്നെ നീയക്കുട്ടൻ എൻ്റെ കൂടെ വന്ന് അവൾ എനിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരായിരുന്നു. എന്തായാലും ഇതുവരെ വന്നതല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ വീട്ടിലിടാൻ വേണ്ടിയിട്ട് 1-2 3/4 നോക്കി. അവിടെ എന്താ നീയക്കുട്ടൻ വന്നതാ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്ന് ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി മറിച്ച്. അവിടെ നിൽക്കണവരൊക്കെ ഭയങ്കര ശരിയായിരുന്നു. ഇവൾ പോകുമ്പോഴത്തേക്ക് ഓരോ സാധനങ്ങളായിട്ട് ഇവൾ എടുത്തിട്ടും ഇവളുടെ പിറകിൽ ഏതെങ്കിലും സ്റ്റാഫ് വരും തിരിച്ചു കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു 3/4 എടുത്ത് നോക്കിയപ്പോഴത്തേക്കും സൈസ് പാകമായില്ല. അത് മാത്രമല്ല അതിൻ്റെ സ്റ്റിച്ചൊക്കെ വിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കൊണ്ടുവച്ച ഉടനെ വേറെ നോക്കി നല്ലൊരെണ്ണം കിട്ടി, അതെടുത്തു. പിന്നെ നമ്മൾ പോയത് സൂപ്പർ മാർക്കറ്റിലായിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് നട്ട്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറച്ച് ക്യാഷ് നട്ട്സും ആൽമണ്ട്സും അല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങി നമ്മൾ ഇറങ്ങി. മൊത്തത്തിൽ പിന്നെ ഈസ്റ്റ് രാമേന്ദ്രയും ഈ തിരുമലത്തെ രാമേന്ദ്രയും നോക്കിയപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് ഇവിടെ നമുക്ക്
ഭയങ്കര തിരക്കൊന്നുമില്ല. അവിടെയാണെങ്കിൽ എപ്പോൾ നോക്കിയാലും ഏത് ടൈമിൽ പോയാലും നല്ല ആളല്ലേ, ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, അവിടുത്തെ സ്റ്റാഫ്സും ഇവിടുത്തെ സ്റ്റാഫും വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഈ സ്പോട്ടിൽ എന്ത് സാധനം ചെന്ന് ചോദിച്ചാലും അവർ ഇല്ല 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 എന്നായിരിക്കും മിക്കവാറും പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ നിയയുടെ സാധനങ്ങൾ നോക്കിയപ്പോൾ തന്നെ ഒരു ഡ്രസ്സ് കറക്റ്റ് പാകമായിട്ടുള്ള ഒന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ അവരത് നോക്കി 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 ഏകദേശം ഒരു 10-15 മിനിറ്റോളം അവർ നോക്കി കറക്റ്റ് സൈസിലുള്ളത് എടുത്തു തന്നായിരുന്നു. അത് എനിക്ക് നല്ലതായിട്ട് തോന്നി. അവിടെയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും, ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും ചെന്ന് ചോദിച്ചാൽ തന്നെ അവർക്ക് പണിയെടുക്കാൻ മടിച്ച് ഇല്ല സാർ, ഇല്ല മാഡം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ അങ്ങനെ അല്ലായിരുന്നു, നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. പിന്നെ എനിക്ക് അടുത്ത് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ ഈസ്ഫോർട്ട് രാമേന്ദ്രയിൽ വണ്ടി പാർക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അവിടെ തന്നെ ഒരു ക്യൂ കാണും നമ്മൾ ഉള്ളിലോട്ട് കയറ്റി വിടാൻ വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനത്തെ പാടൊന്നുമില്ല. പാർക്കിംഗ് ഏരിയയൊക്കെ നല്ല സ്പേഷ്യസ് ആണ്, വണ്ടിയൊക്കെ പെട്ടെന്ന് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ രാമചന്ദ്രയിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഇല്ലേ, ഇവിടെ അതുപോലെ തന്നെ ഉണ്ട്, പക്ഷെ അത്രയ്ക്കുള്ള കളക്ഷൻസ് ഇല്ല. എന്നാലും നമുക്ക് അത്യാവശ്യത്തിനൊക്കെ വന്ന് ഓൾമോസ്റ്റ് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാലും കൊള്ളാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.